കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹിയത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 24 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ അടുത്ത് ഒരു കിടിലൻ ട്വിസ്റ്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതേപോലെ ഇനി ഇടാൻ പോകുന്ന അടുത്ത എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഫൈറ്റ് ആയിരിക്കും. അത് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടാൻ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ജിയോങ്ങോട്ട് അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ഉണ്ടല്ലോ, അവൾ ആലോചിക്കുകയും ചെയ്യും, അല്ല ഇവൻ ശരിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? ആ സമയത്താണ് അവിടേക്ക് അവൻ വന്നത്. ബ്ലൂ സ്പിരിറ്റ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല ഇതാരാണ്? അപ്പോഴാണ് അവൻ നമ്മുടെ ജിയോങ്ങിനെ തൊടാനായിട്ട് വന്നത്. ഇവൻ ഇവൻ മോർട്ടലിന്റെ മേത്ത് കൈവെക്കാൻ പോകുവാണ്. നാശം, ഇതൊട്ടും നല്ലതല്ല. അവൻ ഇത്രയും പെട്ടെന്ന് ഞാൻ ഉണർത്തണം. മോർട്ടൽ എഴുന്നേക്ക്, മോർട്ടൽ ഞാൻ പറയുന്നേക്ക്, എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവിടെ അത് സംഭവിച്ചത്. അവന്റെ ശരീരത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു ഡെത്ത് ക്യൂയി അത് വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവൾക്കത് വ്യക്തമായി അവൻ ട്രാൻസിൽ നിന്ന് പുറത്ത് വന്നെന്ന്. ചുരുക്കം പറഞ്ഞ അവൻ എൻലൈറ്റഡ് ആയിരിക്കുന്നു. മോർട്ടൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്നാണ് അവൻ അതിനെ ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് തന്നെ ആ പുസ്തകം അടച്ചിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും, നീ എന്ത് ചെയ്യുമായിരുന്നു? പെട്ടെന്ന് ഇയോബ് ഒന്ന് പതറി. നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ, അവൻ നിന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു. ഇന്ററപ്റ്റോ? അതെ, ഒരാൾ ട്രാൻസിൽ നിൽക്കാൻ നിർത്ത് അവരെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യൂഐ ബ്ലോക്കേജ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്തോ ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് തന്നെ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ ട്രാൻസിൽ നിൽക്കാൻ നിർത്ത് അവരെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂഐ ബ്ലോക്കേജസ് ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ല അത് പിന്നെ അപ്പൊ നിനക്കത് അറിയാമായിരുന്നില്ലേ? അടുത്ത സെക്കൻഡ് ഈണവന്റെ കഴുത്ത് നോക്കി ഒരു 1.5 പഞ്ച് അങ്ങോട്ട് ചെയ്തു. ഇനി വാക്കാൽ പറയേണ്ട കാര്യമില്ല, നീ ചെയ്തതിനുള്ള ഭവിഷ്യത്ത് അങ്ങോട്ട് അനുഭവിച്ച് തീർത്താ മതി. അടുത്ത സെക്കൻഡ് ആ നേരെ ബാഗിലേക്ക് ചാടി. ജിയോങ് അവന്റെ പുറകെ ഉണ്ടായിരുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവൻ എന്റെ തൊണ്ടയിലേക്കാണ് അടിച്ചത്. അടുത്ത സെക്കൻഡ് അവന്റെ സോഡിൽ കയറി പിടിച്ചിട്ട് ആദ്യം ഞങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആ സോഡ് അവന്റെ നേരെ വീശി. പക്ഷേ ജിയോങ് അടുത്ത് ഡോഡ്ജ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടി നേരെ മുകളിലേക്ക് പൊന്തി ചാടുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് അവനത് യൂസ് ചെയ്തു. ഫ്ലൂയിഡ് മിസ്റ്റീരിയസ് ഫുഡ് വർക്ക്. അത് കണ്ടപ്പോൾ തന്നെ അവൾ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അല്പനേരം മുമ്പാണ് അവനിത് വായിച്ചത്. എന്നിട്ട് നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്ക് ശരിക്കും പവർഫുൾ ആയിരുന്നു. ഇയോബ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്ഥലം പൊളിച്ചുകൊണ്ട് ആ നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ആ ഒരു സാഹചര്യത്തിലും ഇയോബ് അവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് നമ്മുടെ ഇയോന്റെ ശരീരത്തെ പതിക്കുന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റാക്കിലാണ് വന്ന് പതിച്ചത്. പുസ്തകങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നേരെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതേസമയം അവൻ പറയിച്ച്, നാശം, ആ പുസ്തകങ്ങളെല്ലാം ഉറപ്പായിട്ടും മാസ്റ്റർ എന്നെ തല്ലിക്കൊല്ലു. കാരണം ഈ നാറി ഇവൻ കാരണമാണെന്ന് പറഞ്ഞ് നമ്മുടെ ജിയോങ്ങിന്റെ തൊട്ട് മുമ്പിൽ അവൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സോഡ് അവൻ നേരെ നിലത്തേക്ക് വെച്ചത്. അതിനുശേഷം അവന്റെ കയ്യിലേക്ക് വളരെ അബ്നോർമലുള്ള ഒരു എനർജി ഗ്യാദർ ചെയ്തിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ഒന്ന് ഞെട്ടി. മോർട്ടൽ, അത് കീൻ ക്യൂഐ ആണ്. ഈ കീൻ ക്യൂഐ എന്ന് പറഞ്ഞത് ഒരാൾ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പകരം ഒരാളുടെ എൻലൈറ്റ്മെന്റ് കടന്നതിന് ശേഷം അവർ നേടിയെടുക്കേണ്ട ഒരു സാധനമാണ്. ഒരാൾ അവരുടെ പീക്ക് റിലെത്തി സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്റെ മോർട്ടലിനെ പോലെയല്ല, അവൻ ശരിക്കും അൾട്ടിമേറ്റ് പീക്കിൽ തന്നെയാണ്. ഇനി നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും പറഞ്ഞ് യുബ് പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നപ്പോഴാണ് നമ്മുടെ ജിയോങ്ങിന്റെ കയ്യിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് ഇയോബും അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ സ്പിരിറ്റും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം കീൻ ക്യൂഐ നമ്മുടെ ജിയോങ് വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെ ചെയ്തു. അതുകൊള്ളാം, അവൻ രണ്ടും ചെയ്തു. കീൻ ക്യൂയും അതുമാത്രമല്ല ഫ്ലൂയിഡ് മിസ്റ്റീരിയസ് ഫുഡ് വർക്കും. ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവൻ ശരിക്കും ആ റിലത്തിലേക്ക് എത്തി. ഇതിനു മുമ്പ് അവന്റെ ഇന്റേണൽ എനർജി മാത്രമായിരുന്നു ആ ഒരു അൾട്ടിമേറ്റ് പീക്ക് റിലത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ നീ കംപ്ലീറ്റ്ലി അൾട്ടിമേറ്റ് പീക്ക് റിലത്തിലേക്ക് എത്തി. നാശം, അപ്പൊ നീ നിന്റെ ശക്തി ഇത്രയും നേരം ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇനി എന്തായാലും ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവനെ കീൻ ക്യൂ യൂസ് ചെയ്ത് ഒരു സീക്രട്ട് ആയുള്ള ടെക്നിക്ക് അവൻ അങ്ങോട്ട് യൂസ് ചെയ്തു. അത് ശരിക്കും പവർഫുൾ ആയിരുന്നു. ആ ഒരു അറ്റാക്ക് 5ആയി തിരിഞ്ഞ് നമ്മുടെ ജിയോങ്ങിന്റെ നേരെ വരുന്നുണ്ട്. എനിക്കത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ടെക്നിക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെ വന്ന് അവസാനിക്കും, എല്ലാം തന്നെ. അതിന് പുറമെ എനിക്കതിൻ്റെ വീക്ക്നെസ്സും കാണാൻ
സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ്ട് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് മൂൺലെസ് വോയിഡ് സോഡ് എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അവൻ ചെയ്ത അറ്റാക്കിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് കണ്ടപ്പോൾ യുബ് ശരിക്കും ഞെട്ടി. എന്നിട്ട് അവന്റെ താഴത്തേക്ക് വന്ന് ആ കീനിക്കുവെ യൂസ് ചെയ്ത് അവന്റെ മുഖത്തേക്ക് കുത്തിക്കയറ്റാൻ പോയപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. മതി, നിർത്തുന്നു പറഞ്ഞ് പെട്ടെന്ന് അവൾ അവരുടെ രണ്ടുപേരെയും ഇഴയിലേക്ക് കയറി. രണ്ടുപേരും അത് കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി. അല്ല എങ്ങളെടി, നീ എന്റെ തേർഡ് മോസ്റ്റ് ക്യൂയെ വിഡ്സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു. ഈ സ്ത്രീ നീ കാണുന്നതിനെക്കാട്ടും മികച്ചതാണല്ലോ. അവൾ ശരിക്കും സ്ട്രോങ് ആണ്. നിന്റെ ശരീരം വെച്ച് നീയും ശരിക്കും സ്ട്രോങ് ആണ്. എടാ നായെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്. പെട്ടെന്ന് അവന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് പറയും ചെയ്യും, ശബ്ദിച്ചു പോകരുത്. നിന്റെ ഓരോ വിഡ്ഢിത്തരം കാരണമാണ് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി നീ ഒരു തവണയെങ്കിലും നിന്റെ വാ തുറന്ന ഞാൻ തന്നെ നിന്നെ കൊല്ലും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവനൊന്നും വേണ്ടില്ല, തല മുമ്പിട്ട് അവിടെ നിന്നു. എന്നോട് ക്ഷമിക്കണം, ഇവന്റെ ലോയൽറ്റി അത് കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അല്ല, നീ ആരാണ് ഇനി? എന്റെ പേര് വി സോ ഇയോൺ. ഞാൻ അസോസിയേഷൻ ലീഡറിന്റെ തേർഡ് ഡിസിപ്ലിൻ ആണ്. അത് കേട്ടപ്പോൾ അവൻ ഞെട്ടി. എന്റെ ദൈവമേ, അസോസിയേഷൻ ലീഡറിന്റെ ഡിസിപ്ലിനെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അതിനു പുറമെ ഇതൊട്ടും നല്ലതല്ല. ഇത് ചിലപ്പോ പെട്ടെന്നാണ് അവൻ അമ്പരന്ന് പോയത്. അതുപോലെ തന്നെ അവൻ കുറച്ച് സെക്കൻഡത്തേക്ക് നിന്നുപോയി. അവൻ മാത്രമല്ല, ഈവൻ നമ്മുടെ ബ്ലൂ സ്പിരിറ്റും. കാര്യം, ആ ഒരു തേർഡ് ഡിസിപ്ലിനെ കാണാൻ എക്സാക്ട്ലി ബ്ലൂ സ്പിരിറ്റിനെ പോലെ തന്നെയായിരുന്നു. ലൈക്ക് അച്ചട്ട് അതുപോലെ തന്നെ. അല്ല, ഇത് ശരിക്കും ഞാനല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു നിമിഷം അതും പറഞ്ഞോണ്ട് ജിയോങ് നേരെ പുറകിലേക്ക് എടുത്തോടി. എന്നിട്ട് ഒരു സ്ഥലത്ത് പാത്തിരുന്നിട്ട്, ബ്ലൂ സ്പിരിറ്റ്, നിനക്ക് മക്കൾ വല്ലതും ഉണ്ടായിരുന്നോ? പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. അല്ല, സത്യം പറഞ്ഞാൽ നിന്റെ പാസ്റ്റിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അതുമല്ല, അവളെ കാണാൻ നിന്നെപ്പോലെ തന്നെ. അത് ആ എനിക്കറിഞ്ഞൂടാ. എനിക്ക് മക്കളൊന്നുമല്ല, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അവൾ എന്തായാലും എൻ്റെ ഡിസെൻഡന്റ് അല്ല. അല്ല, എങ്കിലും ഇവിടെ ലുക്ക് ഏകദേശം ട്വിൻസിനെ പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ഓറ മാത്രമാണ്. ബ്ലൂ സ്പിരിറ്റ് ശരിക്കും കോൾഡ് ഓറയാണ് ഇമിറ്റ് ചെയ്യുന്നെങ്കിൽ അവൾ ശരിക്കും ബ്രൈറ്റ് ആയുള്ള ഒരു വാം ഇംപ്രഷനാണ് തരുന്നത്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും മോഗ്ജുവിനെ കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് ഒരു തവണ കൂടെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഇവിടെ സർപ്രൈസ് ആകാൻ. അല്ല, നീ എന്താണ് ഈ നോക്കുന്നത്? എന്റെ സൗന്ദര്യമാണോ? നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടപ്പെട്ടോ? ഒരിക്കലും ഇല്ല. അത് അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നു. എന്തായാലും താമസിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട സ്ക്വാഡ് ലീഡർ കാൻഡിഡേറ്റ് ഉള്ള മോക് ജിയോൺ വൂൺ ആണ്. ഇവനെ കാണാനും കൊള്ളാം. അതിനു പുറമെ അവന്റെ മാർഷൽ പവേഴ്സ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കണ്ടിട്ട് ഏകദേശം 17 വയസ്സുള്ളു. പക്ഷേ എന്നിട്ടും ഇവൻ ഇത്രത്തോളം സ്ട്രോങ്ങർ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ എന്നിട്ടും അവന്റെ സൗന്ദര്യത്തിൽ വീണില്ല. ആ അല്ല, പറയുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യത്തിനെ പറ്റി സംസാരിക്കാനുണ്ട്. അതെയോ? അതെന്താണ്? നീ പറഞ്ഞോളൂ. ഒന്നാമത്തത്, എനിക്കിവിടെ 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. നീ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്കുള്ള സമയം അത് ഞാൻ സെറ്റാക്കിക്കോളാം. താങ്ക് യു. അതെന്തായാലും വലിയ സന്തോഷം. ഇനി രണ്ടാമത്തെ കാര്യം, ആ കാണുന്നവൻ കാരണം എൻ്റെ ജീവൻ വലിയ അപകടത്തിലായി. സോ അതിന് പകരമായിട്ട് എനിക്കൊരു കോമ്പൻസേഷൻ ആവശ്യമുണ്ട്. കോമ്പൻസേഷനോ? അതെ, എൻ്റെ പ്രിയപ്പെട്ട ജീവനല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ടിരുന്നത്. അതുകൊണ്ട് അതിന് തുല്യമായ ഒരെണ്ണം തന്നെ എനിക്ക് ലഭിക്കണം. സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടുന്നിടത്ത് താങ്കളുടെ ലോയലുള്ള സബോർഡിനേഷൻ്റെ ജീവനാണ് പോകുന്നത്. അതുകൊണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി. ഹോ, അതെന്തായാലും കൊള്ളാം. ഇവൻ ശരിക്കും ബോൾഡാണ്. അതിലുപരി അവൻ ഇങ്ങനൊരു സമയത്ത് ഇതുപോലൊരു കോമ്പൻസേഷൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷേ എങ്കിൽ ഒരു കാര്യം ചെയ്. അല്ല, ഇവനല്ല നിനക്ക് വേണ്ടത്, അവൻ്റെ ജീവൻ. നീ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ ഓൾറെഡി അപ്പോളജൈസ് ചെയ്തു, അവൻ്റെ കൈ മുടിച്ചു. സോ ഇനിയും നിനക്ക് ദേഷ്യം തീർന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനിയുള്ള റെസ്പോൺസിബിലിറ്റീസ് അത് ഞാൻ ഏറ്റെടുക്കത്തില്ല. നീ ഏറ്റെടുക്കത്തില്ലെന്നോ? നിനക്ക് ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ പേര് ഇയോബ് വിസുൻ എന്നാണ്. ഇവൻ കിങ് ഓഫ് ദി ബ്രില്യൻസിന്റെ ഡിസിപ്ലിൻ ആണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്നാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്നല്ലേ? അപ്പോൾ ശരിക്കും ബോൾഡാണ്. സത്യം പറഞ്ഞാൽ ഇവന്റെ സംസാരം തന്നെ ഇവനെ പറ്റി. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവന്റെ മാസ്റ്റർ കിങ് ഓഫ് ദി ബ്രില്യൻസ് ആണെങ്കിൽ എനിക്ക് എന്തായാലും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഗീവ് അപ്പ് ചെയ്തേക്കാം. ഓ, ആ സമയത്താണ് അവൾ പറയുന്നത്, അത് കൊള്ളാം, ഞാൻ നിന്നിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. ഇത് കംപ്ലീറ്റ്ലി ഒരു ലെറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞപ്പോൾ ജിയോ ചാടി അവിടേക്ക് ഓടി. അവളും അവനും ഞെട്ടിത്തെറിച്ചു പോയി.
അടുത്ത നിമിഷം അവന്റെ മുഖത്ത് നോക്കി ഒരു ഒന്നാം തരം പഞ്ചങ്ങാട്ടി ചെയ്തു. നായെ, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ സംസാരിച്ച്? എന്ത്? നീ സംസാരിച്ചെന്ന്? നീ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞത് മറന്നുപോയിരുന്നോ? പെട്ടെന്നാണ് അവൻ നേരത്തെ അവൾ പറഞ്ഞ കാര്യം ആലോചിച്ചത്. നീ ഇപ്പൊ സംസാരിച്ച് അത് സത്യം പറഞ്ഞാൽ രണ്ടുപേരെയും ഞെട്ടിച്ചു കളഞ്ഞു. അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ശരിക്കും നാണക്കേടാണ്. ഞാൻ നിന്നെ ഒരെണ്ണം തന്നിട്ട് അങ്ങോട്ട് വിട്ടേക്കാനാണ് വിചാരിച്ചത്. പക്ഷെ നീ ഇപ്പൊ സംസാരിച്ച സ്ഥിതിക്ക് നീ എന്തായാലും ഇപ്പോൾ മരിക്കും. അതെന്തായാലും ഉറപ്പായിട്ടുണ്ട്. ആ ടൈമിൽ അവൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അതെന്തായാലും കൊള്ളാം. ഒരു ഇൻഡയറക്റ്റ് ഉള്ള കില്ലിംഗ് മെത്തേഡ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിങ് ഓഫ് ദ ബില്യൻസ് എന്തായാലും എൻ്റെ നേരെ വരത്തുള്ളൂ. നീ എങ്ങളടി തങ്ങളിപ്പോൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ മാസ്റ്റർ എന്തൊരു വിട്ടിയാണെന്ന് നോക്കണേ. എന്താണ് നീ പറഞ്ഞത്? അല്ലേ, നിന്റെ ലേഡിയുടെ വേർഡ്സ് തന്നെ നീ മാനിപ്പുലേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യുമല്ലേ? അപ്പൊ പിന്നെ നീ എന്തൊരു വിട്ടിയാണ്? നീ അവളുടെ ഹോണറിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ വായു മുടിയിരുന്ന് അങ്ങോട്ട് മരിക്കാൻ നോക്ക്. അവനാട്ടെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവള് ഒന്ന് ചിരിച്ച് എന്നിട്ട് ഉച്ചത്തി പൊട്ടി ചിരിക്കാനും തുടങ്ങി. ഇത്ര ചെറിയ സമയം കൊണ്ട് ഇതുപോലൊരു പ്ലാൻ അവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊട്ടും നിസ്സാര കാര്യമല്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നീ എപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം കൺസിഡർ ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് കൊല്ലാം, ഇതെല്ലാം കറപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓ, അത് അതും ശരിയേ. പക്ഷേ നീ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അവന് ധൈര്യം മാത്രമല്ല, അവൻ ശരിക്കും എനിക്ക് നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവനെ പോലുള്ള ഒരുത്തൻ എൻ്റെ കൂടെയും ആവശ്യമുണ്ട്. ഇതെടുത്തൊന്നും പറഞ്ഞ് ഒരു സാധനം അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. അല്ലേ എങ്ങളടി, പക്ഷേ അതെൻ്റെ ഐഡൻറ്റിറ്റി ടോക്കണാണ്. അത് നിന്റെ കയ്യിലുള്ള എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു ആഗ്രഹം ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ല, ഇതെന്തിനാണ് ഇപ്പം എനിക്ക് തരണത്? അത് ഇയോബിൻ്റെ ഒരു ലൈഫിൻ്റെ എക്സ്ചേഞ്ച് ആയിട്ട് കരുതിയാൽ മതി. നീയല്ല പറഞ്ഞ ഇക്വലൻ്റ് ഉള്ള എന്തെങ്കിലും കിട്ടണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അവൾ ഒന്നെങ്കിൽ അവളുടെ സബോർഡിനേറ്റിനെ കൊല്ലും, അല്ലെങ്കിൽ ആ വാക്ക് തെറ്റിക്കുമെന്നാണ്. അപ്പോൾ ഇവള് പ്രതീക്ഷിച്ചത്രം വിട്ടിയൊന്നുമല്ല. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഹേയ്, അത് പറയേണ്ട കാര്യമില്ല. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റോ? അതെ, സ്കോർ ലീഡർ കാൻഡിഡേറ്റുള്ള മോക്ക് ജോൺ വുഡ്, നീ എൻ്റെ കൂടെ ചേര്. നിനക്കറിയാവുന്ന പോലെ ഞാനും അസോസിയേഷൻ ലീഡർ എന്ന പദവിക്ക് വേണ്ടി ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേപ്പബിളുള്ള കുറച്ച് പേര് എനിക്കും ആവശ്യമുണ്ട്. നീ എൻ്റെ കൂടെ ചേര്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ നന്നായിട്ട് നോക്കുന്നതായിരിക്കും. എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഞാനിത് ഡിക്ലൈൻ ചെയ്യുകയാണ്. എനിക്ക് വഴക്കിലൊന്നും ഏർപ്പെടാൻ ഒരു ആഗ്രഹവുമില്ല. പിന്നെ ചുമ്മാ കളിതമാശ പറയില്ല കേട്ടോ. നിന്നെപ്പോലൊരുത്തൻ വഴക്കിൽ ഏർപ്പെടാൻ ഞാൻ ഏറ്റവും വീക്കസ്റ്റ് ആയതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, എൻ്റെ സീനിയേഴ്സിൻ്റെ കൂട്ടത്തിൽ ശരിക്കും ടാലൻ്റ് ഉള്ള ഒത്തിരിയധികം പേരുണ്ട്. അവരാരും തന്നെ നിന്നെ മര്യാദക്ക് നോക്കിയെന്ന് വരുന്നില്ല. സോ സമയം വരാൻ നേരത്ത് ഇവൻച്വലി നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അത്ര നേരം നിനക്കിവിടെ ഒറ്റക്ക് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളും. ചുരുക്കം പറഞ്ഞാൽ ആ സമയത്തിനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് അവളെ ഞെട്ടിച്ചു കളഞ്ഞ് അവളൊന്നും മിണ്ടിയില്ല. കാര്യം അവൾക്ക് ആ കണ്ണുകളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണെന്ന്. നിന്നെ എന്തായാലും എനിക്ക് ആവശ്യമുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. കുഴപ്പമില്ല, നീ ശരിക്കും കോൺഫിഡൻ്റ് അല്ലേ? നമുക്ക് കണ്ടറിയാം നീ എവിടം വരെ ചെല്ലുമെന്ന്. നീ എത്തിപ്പെടുന്ന സ്ഥലം കാണാനായിട്ട് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും താങ്കളുടെ എക്സ്പെക്റ്റേഷൻ വരെ ജീവിച്ചിരിക്കും. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ചെറിയൊരു എപ്പിസോഡാണെന്ന് എനിക്കറിയാം. കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ നാളത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും. ഒരു കിടില ഫൈറ്റൊക്കെ വരുന്നുണ്ട്. അത് മിസ്സാക്കല്ലേ. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.